പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏപ്രിൽ 9 നടന്ന നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി ഏതാണ്ട് 3-4 ദിവസം മാത്രമേ ഉള്ളൂ. മെയ് 4 വോട്ടെണ്ണു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊതുധാരണ എന്ന് പറയുന്നത് UDF സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ്. ഒരു പൊതു ബോധ്യമതാണ്, പൊതുധാരണ അതാണ്. ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ള വിലയിരുത്തലിൽ നിന്നും വ്യക്തമാകുന്നത് അതാണ്. എന്തിനു പറയുന്നു, CPM എന്ന് പറഞ്ഞ പാർട്ടി പോലും പുറമേക്ക് അവരൊരൽപ്പം ആത്മധൈര്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളാലെ അവരും ഏതാണ്ട് പരാജയം സംബന്ധിച്ച മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും അവസാനമായി CPM വിലയിരുത്തിയതായി നമുക്കറിയാൻ കഴിയുന്നത് ന്യൂനപക്ഷ ഏകീകരണം അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഈ തങ്ങൾ ഏതാണ്ട് ഒരു കട്ടിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് അവരുടെ വാദം. ഇനി അത് അംഗീകരിച്ചാൽ പോലും നമ്മൾ കാണേണ്ടത് എന്താ, 2021 99 സീറ്റിന് ജയിച്ചിരുന്നവരാണ് കഷ്ടിച്ച് ജയിക്കും എന്ന് വിലയിരുത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരുടെ ആത്മവിശ്വാസ കുറവ് നമുക്ക് വളരെ പ്രകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF സാമാന്യ നില ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ള ബോധ്യമാണുള്ളത്. പെട്ടി പൊട്ടിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കും എന്നാണ് പൊതുവിലുള്ള ഒരു ബോധ്യം. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ തോറ്റമ്പുന്ന CPM എങ്ങനെയായിരിക്കും പെരുമാറുക എന്നതിനെക്കുറിച്ചിട്ട് ഒരല്പം വിശദമായി ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇത്തവണത്തെ CPM തോൽവിയുടെ പ്രത്യേകത എന്താ? ഇത്തവണത്തെ CPM യഥാർത്ഥത്തിൽ തോൽക്കാനല്ല പോകുന്നത്. ഇത്തവണത്തെ CPM എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് സമഗ്രമായിട്ടുള്ള ഒരു പതനമായിരിക്കും എന്നുള്ളതാണ്. ഒരു പതനം. എന്താ വ്യത്യാസം? ബംഗാളിൽ 2011 മറ്റാണ് പോയിട്ട് 10-15 വർഷമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. 36 വർഷത്തെ ഭരണത്തിനും 36 വർഷത്തെ ഭരണത്തിനും 5 സർക്കാരുകൾക്കും ശേഷം പോയ CPM തിരിച്ചു വന്നിട്ടില്ല. ഇത്തവണ 1-2 സീറ്റെങ്കിലും 292 അംഗ നിയമസഭയിൽ ഒരു 2 സീറ്റെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരണവെപ്രാളത്തിലാണ് CPM. ത്രിപുരയിലും 5 തവണ ഭരിച്ചു, പോയി തിരിച്ചു വന്നിട്ടില്ല. ആകപ്പാടെ കേരളത്തിലാണ് ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിൽ കൂടി ഭരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇത്തവണ തോറ്റാലുണ്ടാകുന്ന CPM നേരിടുന്ന ഏറ്റവും വലിയ പതനം. ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ CPM എന്ന് പറയുന്ന ഈ പാർട്ടി പിന്നെ ഇല്ല. പാർട്ടിയുണ്ട്, പക്ഷേ പാർട്ടിക്ക് ഭരണമില്ല. ആദ്യമായിട്ടാണ് CPM ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് മിക്കവാറും സമയങ്ങളിലൊക്കെ ബംഗാളിലും ത്രിപുരയിലും ഭരണം ഉണ്ടായിരുന്നു. കേരളത്തിൽ പോയും വന്നും ഭരണമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ തോറ്റാൽ എന്താ സംഭവിക്കുക? CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് പിന്നെ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ്റും ഇല്ല. അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് CPM ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതാണോ സുഹൃത്തുക്കളെ? തങ്ങളില്ല എന്നുള്ളൊരു ബോധ്യം അവരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്താ? എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ആവേശം, തങ്ങളെ ഒരിടത്തും ഇല്ലല്ലോ എന്നുള്ള തോന്നൽ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചു വരണം. അധികാരത്തിൽ തിരിച്ചു വരാൻ 2 വഴിയാണുള്ളത്. ഒന്ന്, 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ വരിക. അതല്ലെങ്കിൽ 5 വർഷം തീരുന്നതിന് മുമ്പ് ഈ UDF സർക്കാരിനെ എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇറക്കുക. ഈ 2 സാധ്യതകളാണ് CPM മുന്നിലുള്ളത്. അതിൽ തന്നെ 5 വർഷം കഴിഞ്ഞ് അധികാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. വരാതിരിക്കുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിലിരിക്കുന്ന UDF സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കുക എന്നുള്ളതായിരിക്കും CPM ഏക ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള എല്ലാ കുൽസിത നീക്കങ്ങളിലും CPM ഇടപെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം 3 സംസ്ഥാനങ്ങളിലും അധികാരമില്ലാത്ത ആദ്യത്തെ അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണവശാലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്.
അതുകൊണ്ട് തന്നെ എന്ത് വൃത്തികേടുകൾക്കും CPM മുതിരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ വേണം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. വർഗീയ ലഹളകൾ ഉണ്ടാക്കാൻ പോലും ഇവർ മടിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു കൃത്യമായൊരു ഉദാഹരണം ഞാൻ പറയാം. 2005 2006 മറ്റോ ആയിരുന്നു ഫസൽ വധക്കേസ്. CPM നിന്ന് ഒരു ഫസൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വേറെ ഏതോ സംഘടനയിൽ SDPIയിലേക്ക് പോയപ്പോൾ ഫസലിനെ കൊന്നു. ഫസലിനെ കൊന്നിട്ട് ചോരയിൽ മുക്കിയ തൂവാല കൊണ്ടുചെന്ന് അമ്പലത്തിൻ്റെ പരിസരത്ത് ഇട്ടവരാണ് CPMകാർ. 2006 അത് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടമാണ് ഇവർ. ഇനി അത് മാത്രമല്ലല്ലോ, നമുക്കറിയാമല്ലോ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPMൽ നിന്ന് പോയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മുഖത്ത് 51 വെട്ടിക്കൊന്നവരാണ് ഇവർ. ഷുക്കൂർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ 100 പേരുടെ മുന്നിൽ വെച്ച് തലയറത്ത് കൊന്നവർ ആണ് CPMകാർ. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഷൊഹൈബിൻ്റെ അനുഭവങ്ങൾ, കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവർ. ഇപ്പോൾ ഏറ്റവും അവസാനം അവർ ചെയ്തെന്താ, വടകരയിലെ തൂണേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മനോജ് എന്ന് പറഞ്ഞ ഒരു RMB പ്രവർത്തകൻ്റെ കിണറ്റിൽ മാലിന്യം കൊണ്ടുവന്ന് എറിഞ്ഞു ഇവർ. ആലോചിച്ച് നോക്കണം നമ്മൾ, എത്ര വികലമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളാണ് ഇവർ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത CPMകാർ തങ്ങളുടെ കയ്യിൽ അധികാരമേ ഇല്ല എന്നുള്ളത് അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയില്ല. അവരെന്ത് വൃത്തികേടും അവർ കാണിക്കും. അവർ വർഗീയ ലഹള ഉണ്ടാക്കാൻ അവർ മടിക്കില്ല. അവർക്ക് ഇനിയിപ്പോൾ പരസ്യമായി BJPയുമായി ബന്ധം ഉണ്ടാക്കാൻ അവർക്ക് ഇനിയിപ്പോൾ യാതൊരു മടിയും ഉണ്ടാവില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചു വരണം. അതിന് 5 വർഷം അവരെ താമസിക്കാൻ ഒന്നും അവർ തയ്യാറാവില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും വലിച്ചിടാൻ വേണ്ടിയുള്ള എന്ത് കുൽസിത പ്രവർത്തനങ്ങളും നടത്താൻ അവർ മടിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വർഗീയ ലഹളയാവാം. പിന്നെ ഇനിയിപ്പോൾ അധികാരമില്ലാത്തത് കൊണ്ട് ഇനിയിപ്പം വികസനത്തിൻ്റെ കാര്യവും പിന്നെ പശ്ചാത്തല സൗകര്യ വികസനം, കിഫ്ബി എന്നൊന്നും ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇനിയിപ്പോൾ അധികാരം പോയല്ലോ. അധികാരം പോയതുകൊണ്ട് ഇനി എന്ത് ചെയ്യും? താഴ്ത്തി വെച്ച ചുവന്ന കൊടി ഇനി അവരെടുക്കും. അവരെടുത്തിട്ട് സമരം ആരംഭിക്കും. 10 വർഷക്കാലമായി CITUക്കാർ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. അവരെല്ലാവരും ഇനി സർക്കാരിനെതിരെ സമരവുമായി രംഗത്തിറങ്ങും. ദൈനംദിനം സമരമായിരിക്കും. നമുക്കറിയാമല്ലോ 2016 ഒന്നുമില്ലാത്തൊരു വിഷയത്തിൽ, സോളാർ വിഷയത്തിൽ നടത്തിയ സമരങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് 10,000 ആളുകൾ തൂറി നശിപ്പിച്ച് പോയതൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലുള്ള പണികളുമായി ഇനിയും CPMകാർ രംഗത്തിറങ്ങും. കലാപങ്ങൾ സൃഷ്ടിക്കും, വർഗീയ ലഹളകൾ സൃഷ്ടിക്കും. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിൽ അക്രമങ്ങൾ അരങ്ങേറും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവും. ആ നിലയിൽ ഒരു ദിവസം പോലും സ്വസ്ഥമായി ഭരിക്കാൻ UDFനെ അനുവദിക്കാത്ത അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് CPM കേരള സംസ്ഥാനത്തെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കാരണം തങ്ങളുടെ കയ്യിൽ ഭരണമില്ല എന്നുള്ളൊരു തോന്നൽ. ഇന്ത്യയിൽ ഒരിടത്തും തങ്ങൾക്ക് ഭരണമില്ലാത്ത ആദ്യത്തെ സാഹചര്യം. 10 വർഷം ഭരണത്തിൽ തങ്ങൾ ഈ പറഞ്ഞ പോലെ സമ്പന്നതയിൽ ആറാടുകയായിരുന്നു, അർമാദിക്കുകയായിരുന്നു, അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു 10 കാലം. അവിടെ നിന്നാണ് ഒരധികാരവും ഇല്ലാത്ത ഒരു പാതാളക്കുഴിയിലേക്ക് തലകുത്തി വീഴുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇനി വരാൻ പോകുന്ന UDF സർക്കാർ പട്ടുമെത്തയിലായിരിക്കില്ല ജീവിക്കുക. ആ സർക്കാർ ശരശയ്യയിലായിരിക്കും ജീവിക്കുക. നമ്മൾ ഓർത്തുകൊള്ളണം. എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ ക്രൂരന്മാരുടെ, ഈ റുത്ത്ലെസ് ആയിട്ടുള്ള ഈ CPMൻ്റെ എല്ലാത്തരം വൃത്തികേടുകളും ഇനി കേരളത്തിൽ അരങ്ങേറാൻ പോവുകയാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. നമുക്കറിയാലോ, കഴിഞ്ഞ 5-6-7 വർഷമായി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല. എന്താ കാരണം? CPM ഭരണത്തിലായിരുന്നു. ഇനിയിപ്പോൾ CPM പ്രതിപക്ഷത്തേക്ക് വരുമ്പോഴത്തേക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറും. TP ചന്ദ്രശേഖരൻ വധക്കേസ് എപ്പോഴാണ് ഉണ്ടായത്? 2014 സംഭവിച്ചത്. അന്ന് CPM പ്രതിപക്ഷത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാം, ഇനി വർഗീയ ലഹളകൾ ഉണ്ടാവാം, ഇനി CPMും BJPയും കൂടെ ചേർന്ന് നിന്നുള്ള ലഹളകൾ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇനി ഏത് വികസന പ്രവർത്തനം നടന്നാലും ആ വികസന പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവാം. അനാവശ്യമായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവാം. ആ നിലയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ പോലും UDF സർക്കാരിനെ സ്വസ്ഥമായിട്ട് ഇരുത്തി ഭരിക്കാൻ അനുവദിക്കാത്ത അതിസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം വഴുതി വീഴാൻ പോകുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ UDF നേതാക്കന്മാർക്ക് എനിക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്.